ഇന്നലെ നമ്മളെ റീച്ച് ഔട്ട് ചെയ്ത ഒരാളുടെ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കും. എഴുന്നേൽക്കണ സമയത്ത് തന്നെ ഫോൺ എടുക്കും, ഫോണിൽ കൂടെ നോക്കും. ഇൻസ്റ്റാഗ്രാമിൽ കയറും, റീൽസിൽ കയറി കണ്ടു തുടങ്ങും. അപ്പോൾ ആദ്യം കാണുന്നത് തന്നെ കുറേ സൗന്ദര്യം നിറഞ്ഞ ആൾക്കാർ, കുറേ പൈസയുള്ള ആൾക്കാർ, കുറേ കാറിൽ ലോകം മൊത്തം യാത്ര ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ കുറേ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരിനെയാണ് രാവിലെ തന്നെ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത് വരുന്ന റീലും അതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെയുള്ള നല്ല വെരി റിച്ച് ഹൈ സ്റ്റാൻഡേർഡിൽ ജീവിക്കണ, ഹൈ ലെവലിൽ ഒരു വെരി ഗ്ലോറിയസ് ആയിട്ടുള്ള ഫേസും ലുക്കൊക്കെയുള്ള ആൾക്കാരനെ കണ്ട് അങ്ങനെ കുറച്ച് നേരം കണ്ടു കഴിയുമ്പോൾ ഈ മാഡം പറഞ്ഞത്, പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തോടുള്ള വില ഇല്ലാണ്ടായി പോകുന്നു. അതായത് ഒരു സെൽഫ് വർത്ത് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ഇമേജ് അതെല്ലാം നഷ്ടപ്പെടുന്നു. പിന്നെ ആ ഒരു ദിവസം ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, ഒന്നിലും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. പിന്നെയും വീണ്ടും വീണ്ടും ഇത് കാണാൻ തോന്നും, അതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങും. അങ്ങനെ 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 കണ്ട് ഒരു ദിവസം കഴിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് നമ്മളുടെ റിയൽ ജീവിതമാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിഹൈൻഡ് ദ സീൻ ജീവിതമാണ്. പക്ഷേ കൂടുതലും ഈ ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറിയൊക്കെ ആയിട്ട് വരുന്നത് അവരുടെ ഒരു ഫിൽറ്റേർഡ് ലൈഫാണ്, അല്ലെങ്കിൽ ഒരു എഡിറ്റഡ് വേർഷനാണ്. അത് നമ്മൾ നമ്മളത് കണ്ടിട്ട് നമ്മളുടെ ഒരു ദിവസം കളഞ്ഞ്, നമ്മൾ ദിവസങ്ങളും വർഷങ്ങളും കളഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു സെൽഫ് വർത്ത് ഇല്ലാണ്ടാവുക എന്ന് പറയുന്ന ഒരു ബിഗ് പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും എത്തിപ്പെട്ടിരിക്കുന്നത്. ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല. ഇപ്പം നമ്മളുടെ ബാക്കി മുൻപ് വന്ന വീഡിയോസിൻ്റെ അടിയിലെ കമൻറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആർക്കും കോൺഫിഡൻസ് ഇല്ല, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു പബ്ലിക്കായിട്ടുള്ള അവന്യൂസ്, ഇപ്പോൾ ഒരു വെഡ്ഡിങ്ങോ പോലെയുള്ള സാധനങ്ങൾക്ക് പോലും നേരിട്ടിട്ട് പോകാൻ ബുദ്ധിമുട്ടായ രീതിയിലേക്ക് വരെ ആൾക്കാർ സ്ട്രഗിൾ ചെയ്ത് തുടങ്ങണമെന്ന് പറയുകയാണ്. അതൊരു എന്തൊരു അൺകംഫർട്ടബിളാണ് ആ ഒരു സിറ്റുവേഷൻ, അല്ലേ? കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ ഒരു ഫിൽറ്റേർഡ് ലോകത്ത് നമ്മൾ കാണണതെല്ലാം സത്യമാണെന്ന് നമ്മളുടെ ബ്രെയിൻ നമ്മളെ തന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മളെ എപ്പോഴും കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. ഒന്നാമത്തെ, ഒരു അരമണിക്കൂർ റീൽസോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ നമ്മൾ കാണുന്ന ആൾക്കാരെ ഒരു സർട്ടൻ സമയം കണ്ടു കഴിഞ്ഞാൽ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താണ് തോന്നണത് എന്ന് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. നമുക്ക് തോന്നണത് അവർ നമ്മളെക്കാളും വലിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മളെക്കാളും എന്തെങ്കിലും കൂടുതലായിട്ടുള്ള സൗകര്യങ്ങളോ സൗന്ദര്യമോ പണമോ എല്ലാം ഉള്ളതായിട്ടുള്ള ആൾക്കാരാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത്തരം ആൾക്കാരെ നിങ്ങൾ ഫോളോ ചെയ്യണത് നിർത്തണം, അവരെ അൺഫോളോ ചെയ്യണം. കാരണം അവർ നിങ്ങളെ ചെറുതാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്, ഒന്ന് അത്തരം ആൾക്കാരനെ അൺഫോളോ ചെയ്യുക. രണ്ടാമതായിട്ട് ഒരു സെൽഫ് വർത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സെൽഫ് ഇമേജിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് ഒരു സമയം ജീവിതത്തിൽ അലോക്കേറ്റ് ചെയ്യുക. സ്വന്തമായിട്ട് ഇരുന്നിട്ട് ഒരു കണ്ണാടിയിലോ അല്ലെങ്കിൽ നമ്മളോട് തന്നെ കാണാനും നമ്മളെ തന്നെ ഇഷ്ടപ്പെടാനും പഠിക്കുക. കാരണം അത് ഇന്നത്തെ ഭൂരിഭാഗം ആൾക്കാർക്കില്ല. നമുക്ക് സ്വയം ഇഷ്ടപ്പെടാത്ത, സ്വയം നമ്മുടെ മുഖം തന്നെ കാണാൻ ഇഷ്ടമില്ലാത്ത ഒരു ലോകത്താണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ കാണുന്ന ആ റീൽസിലൊക്കെ കണ്ടുവരുന്ന തിളങ്ങണ മുഖങ്ങളും ആ ഒരു എഡിറ്റഡ് വേർഷനും ഫിൽറ്റേർഡ് വേർഷൻ ഓഫ് ആൾക്കാരിനെയാണ്. അപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങളൊരു സെൽഫ് വർത്തിനോ സെൽഫ് ഇമേജിനോ വേണ്ടിയിട്ട് ഒരു സമയം കണ്ടുപിടിക്കുക. 3, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് തോന്നണത് എന്ന് ഒരു ജേണൽ പോലെ എഴുതി തുടങ്ങുക. അപ്പോൾ എനിക്ക് ഒത്തിരി പേര്, ഞങ്ങൾ ഡയറക്റ്റ്ലി ഇൻറ്ററാക്ട് ചെയ്യുന്ന കുറച്ച് പേര് അവരുടെ ജേണൽസ് എല്ലാം എഴുതി ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി അമേസിങ് ടു റീഡ്. അവരാ കടന്നു പോകുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ അവരാ കടന്നു പോകുന്ന അവസ്ഥകൾ വെരി ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതണത് നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നന്നായിരിക്കും. കാരണം നമ്മൾ എഴുതുക എന്ന് പറയുന്നത് ഒരു ഈസി പ്രോസസ്സ് അല്ല. കാരണം നമ്മൾ ചിന്തിച്ച് നമ്മുടെ ബ്രെയിനിൻ്റെ അടുത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതിനെ നമ്മൾ പേപ്പറിലേക്ക് ആക്കി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സ്കിൽസാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്ന് നമുക്ക് കടന്നു പോകാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ടിപ്പാണ് ഈ ജേർണലിംഗ്. 3 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടിയും പറയാം. നിങ്ങളെ ചെറുതാക്കുന്ന ആൾക്കാരനെ അൺഫോളോ ചെയ്യുക. രണ്ടാമതായിട്ട് ഒരു സെൽഫ് വർത്തിനോ അല്ലെങ്കിൽ സെൽഫ് ഇമേജ്, സെൽഫ് ലവിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യുക. അത് നിങ്ങളോട് തന്നെ സംസാരിക്കാനും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു അവന്യൂക്കി മാറ്റുക. മൂന്നാമത്തത് ജേർണലിംഗ് ചെയ്ത് തുടങ്ങുക. നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെ എഴുതി തുടങ്ങുക, ട്രാക്ക് ചെയ്ത് തുടങ്ങുക.
അപ്പോൾ നിങ്ങൾക്കതൊരു നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ അത് സഹായിക്കും. ഇനി ഞാൻ ഒരു ജേർണലിങ്ങിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഒത്തിരി പേരായിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ അടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഒത്തിരി ജേർണൽ എഴുതുന്ന ഒരാളാണ്. ജേർണലിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ജേർണലിംഗ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അതിനെ പറ്റിയ നല്ല വീഡിയോസായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. താങ്ക് യു. പറഞ്ഞത് മറക്കണ്ട, നമുക്ക് ഒന്നിച്ച് വളരാം. ഈ വിപത്തിൽ നിന്ന് നമുക്ക് ആദ്യം മാറാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.